ശരിക്കും ട്രംപിന് ഒരു പണി കിട്ടിയെന്ന് തന്നെ പറയാം. പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത പോസ്റ്റ് വലിയ വിവാദമായിട്ട് മാറുകയാണ്. ഇന്ത്യ ശക്തമായിട്ട് അതിനെ അപലപിച്ചിട്ടുണ്ട്. നേരിട്ട് ഇന്ത്യയും ചൈനയും നരകം എന്ന് പറയുന്നില്ലെങ്കിലും ആ ഒരു വാചകത്തിൽ ഇന്ത്യയും ചൈനയും കൂടി ചേർത്താണ് നരകതുല്യമായ എന്നൊരു പരാമർശം പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പൊതുവെ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഷെയർ ചെയ്ത ആ ഒരു പോസ്റ്റ്, ഒരു വലതുപക്ഷ തീവ്ര നിലപാടുകാരനായ ഒരാളുടെ ഒരു പോസ്റ്റാണ് പ്രസിഡന്റ് ട്രംപ് ഷെയർ ചെയ്തത്. അതിൽ ഇന്ത്യയും ചൈനയും മറ്റ് നരകതുല്യമായ രാജ്യങ്ങളെയും എന്നുള്ള രീതിയിൽ പൊതുവെ ഏഷ്യൻ രാജ്യങ്ങളെ കുറിച്ച് നടത്തിയ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വലിയ രീതിയിൽ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ വിവാദമായിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത കവർ ചെയ്തിട്ടുമുണ്ട്. ഇതാദ്യമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട് വലിയ നീക്കങ്ങൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്നുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആരാണ് ഇന്ത്യക്ക് ഇപ്പോൾ പിന്തുണയുമായി വന്നിരിക്കുന്നത്? 2028 അമേരിക്കയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ആയിട്ടുള്ള റാം ഇമ്മാനുവൽ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണവുമായിട്ട് വന്നിരിക്കുന്നത്. ശക്തമായ ഭാഷയിലാണ് ട്രംപിനോട് അദ്ദേഹം പ്രതികരിക്കുന്നത്. ശരിക്കും അമേരിക്ക ഇന്ത്യയുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 30 വർഷത്തെ ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു ഇന്ത്യയെ അമേരിക്കയോട് അടുപ്പിക്കാനായിട്ട് ഓരോ പ്രസിഡന്റുമാരും ശ്രമിച്ചത്. ആ എല്ലാ എഫേർട്ടിനെയും ട്രംപ് നിസാരമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ട്രംപിന്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് സംഭവിക്കുക പോലും ഇല്ല എന്നാണ് 2028 ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആകാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന റാം ഇമ്മാനുവൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ജനതയ്ക്കിടയിലെ ഇന്ത്യൻ സ്വാധീനം അത്ര നിസ്സാരമൊന്നുമല്ല. എല്ലാ മേഖലയിലും ഇന്ത്യൻ വംശജരുണ്ട്. പ്രത്യേകിച്ച് ഗൂഗിൾ അടക്കമുള്ള വലിയ കമ്പനികളുടെ തലപ്പത്ത് പോലും ഇന്ത്യക്കാരുണ്ട്. അമേരിക്കയുടെ സുപ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം സിഇഒമാര് ഇന്ത്യൻ വംശജരാണ്. ഇന്ത്യക്കാര് അമേരിക്കയുടെ ഡിഫൻസ് രംഗത്ത്, ഇന്റലിജൻസ് രംഗത്ത്, സ്പേസ് രംഗത്ത് എല്ലാം തന്നെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നുണ്ട്. നാസയുടെ സുപ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വംശജർക്കെതിരായിട്ടുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യക്കാർ കീബോർഡും കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാർ ലാപ്ടോപ്പും കൊണ്ട് അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്കും അമേരിക്കൻ എക്കണോമിക്കും ഗുണമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് അമേരിക്കക്കാർക്ക് പോലും തുറന്ന് സമ്മതിക്കേണ്ടി വരികയാണ്. അതായത് അമേരിക്കയിലെ മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള ജനസമൂഹം എടുത്താൽ അതിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. ഒരുപക്ഷെ അമേരിക്കൻ ജനതയേക്കാൾ കൂടുതൽ സമ്പാദ്യശീലമുള്ള, സേവിങ്സ് ഉള്ള, ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ് ഇന്ത്യൻ വംശജർ അമേരിക്കയിൽ. സോ അവരെക്കുറിച്ച് കൂടിയാണ് ട്രംപ് ആ ഒരു ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അവരെ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇപ്പോൾ ഇവിടെയുള്ള മനുഷ്യരെ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായ പിന്തുണ ഇന്ത്യക്ക് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതും സുപ്രധാനപ്പെട്ട ഒരു നേതാവ്. ഇത് തീർച്ചയായിട്ടും ട്രംപിന്റെ നയതന്ത്രത്തിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നതിന്റെ സൂചനയാണ്. എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് രാജ്യത്തിനകത്ത് ട്രംപിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുന്നു എന്നുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു. നമ്മൾ ഈ ഒരു വിഷയത്തെ നേരത്തെ കണ്ടത് പ്രസിഡന്റ് ട്രംപും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഇതുപോലെ പലതും പറയാറുണ്ട്. നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇന്ത്യ ആവശ്യമില്ലാതെ ഇതിനെ പ്രതികരിക്കേണ്ട കാര്യമില്ല, അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ എന്ന രീതിയിലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ശക്തമായി പ്രതികരിക്കുക മാത്രമല്ല അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ട്രംപിനെതിരായിട്ടുള്ള ഉയർന്ന ശബ്ദങ്ങൾ തീർച്ചയായിട്ടും പ്രസിഡന്റ് ട്രംപിന്റെ നിലവിലെ ജനപ്രീതി ഇടിയാൻ കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ നിലനിൽപ്പിനെയും ഇത് ഭാവിയിൽ കാര്യമായി ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.